മദാമ്മയുടെ പാവ നാട് ഭരിച്ചിരുന്ന കാലത്ത് 2010 നമ്മുടെ നാട്ടിൽ നിന്നൊരാൾ സ്ഥലം വിട്ടു. അദ്ദേഹത്തിനെതിരെ ഫെമ കേസ് ഉണ്ടായിരുന്നു, വിദേശ നാണയ നിയമലംഘനം, പിന്നെ കള്ളപ്പണ കേസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒന്ന് പിടി വീഴുമെന്നായപ്പോൾ ഇന്ത്യൻ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൗൺസിൽ BCCIയുടെ വൈസ് പ്രസിഡൻ്റായിരുന്ന ലളിത് മോദി, മറ്റേ നീരവ് മോദിയൊന്നുമല്ല, ലളിത് മോദി, UPAയുടെ കോൺഗ്രസിൻ്റെ സ്വന്തമായിരുന്ന ലളിത് മോദി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഇങ്ങോട്ട് വന്നിട്ടില്ല. 2010 പോയതാണ്. പോകാനായിട്ട് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മൻമോഹൻ സിംഗ് സമ്മതിച്ചിട്ട് പോയതാണ്. അദ്ദേഹം അവിടെ വിദേശത്ത് ബ്രിട്ടനിൽ UKയിലായിരുന്നു. UKയിൽ നിന്ന് അദ്ദേഹം വേറൊരു നാട്ടിലേക്ക് പോയി. ആ നാടിൻ്റെ പേര് ഞാൻ സത്യത്തിൽ ആദ്യം കേൾക്കുവാണ് വൻവാഡു എന്ന് പറയുന്നത് ഒരു കൊച്ചു ദ്വീപാണെന്ന് പറഞ്ഞു. അവിടെ അദ്ദേഹം പോയി. അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ പൗരനായി എന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ചെന്നിട്ട് തൻ്റെ പാസ്പോർട്ട് കൊടുത്തു. എനിക്കിനി ഇന്ത്യയായിട്ട് ബന്ധമൊന്നുമില്ല, ദാ പിടിച്ചോ നിങ്ങളുടെ പാസ്പോർട്ട്, ഞാൻ പോകണു, ഞാനിപ്പോൾ വൻവാട്ടുകാരനാണെന്ന് പറയുന്നു. അപ്പോൾ അത് നോക്കട്ടെ, അങ്ങനെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ വരട്ടെ, നോക്കട്ടെ, തൻ്റെ വിടാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞങ്ങളോട് ഒന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അയാൾ വൻവാഡുവിൻ്റെ പൗരത്വം സ്വീകരിച്ചു. എന്താണ് ഈ വൻവാഡു? നമ്മുടെ ഇവിടെ നിന്ന് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. വൻവാട്ടു ശാന്ത സമുദ്രത്തിലെ പസഫിക് ഓഷ്യൻ ഒരു ദ്വീപശ്രേണി ആണ്. 1980 വൻവാട്ടു സ്വാതന്ത്ര്യം നേടുന്നത്. ഫ്രാൻസിൽ നിന്നും UKയിൽ നിന്നും അവർ വീതം വെച്ചെടുത്തിരിക്കുന്ന ദ്വീപ് ആയിരുന്നു അത്. 4 പ്രധാനപ്പെട്ട ദ്വീപുകളാണ് ഉള്ളത് വൻവാട്ടു. കാരണം ഇൻഹാബിറ്റ് ചെയ്യാൻ പറ്റാത്ത, താമസിക്കാൻ പറ്റാത്ത ദ്വീപുകൾ ധാരാളമുണ്ട്. ഈ അഗ്നിപർവ്വതങ്ങൾ, ആക്റ്റീവായ അഗ്നിപർവ്വതങ്ങൾ ഈ ദ്വീപശ്രേണികളിൽ പല സ്ഥലത്തും അല്ല, പല ദ്വീപുകളും അഗ്നിപർവ്വതങ്ങൾ തന്നെയാണ്. നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് പോലും അഗ്നിപർവ്വതമാണ്. ചത്തുപോയ ഡെഡായിട്ടുള്ള വോൾക്കാനോസ് ആണെന്നാണ് പറയുന്നത്. അത് എന്നെങ്കിലും ഒരിക്കൽ അത് വീണ്ടും ലൈവായി കൂടാന്നില്ല. ഇവിടെ ആക്റ്റീവ് ലൈവ് വോൾക്കാനോസ് ഉള്ള ദ്വീപുകളുണ്ട്. 4 മുഖ്യ ദ്വീപ് കഴിഞ്ഞിട്ട് പിന്നെ 80 ചെറിയ ദ്വീപുകളുണ്ട്. ആ ദ്വീപുകളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, വോൾക്കാനോസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഓസ്ട്രേലിയക്കും ഫിജിക്കും ഇടയിലാണ് ഈ ദ്വീപശ്രേണികൾ ഉള്ളത്. 3,30,000 പേരാണ് ഉള്ളത്. അത് ഉഷ്ണമേഖലാ മഴക്കാടുകൾ ധാരാളമുണ്ട്. അവിടെ ഭൂകമ്പങ്ങൾ ഇടയ്ക്കിടെ വരാൻ സാധ്യതയുള്ള മേഖലയാണ് അത്. വനവും കടലും ആണ് അധികം. പക്ഷേ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ടൂറിസ്റ്റുകൾ ധാരാളം അങ്ങോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, ന്യൂസിലൻഡിൽ നിന്നൊക്കെ. വൻവാട്ടുവിൻ്റെ 40% വരുമാനം ടൂറിസത്തിൽ നിന്നാണ്. കൃഷി ഒക്കെ ചെയ്ത് ഗ്രാമങ്ങളിലാണ് കൂടുതലും ആളുകൾ രാപ്പാർക്കുന്നത്. നല്ല മലയാളം അങ്ങനെയാണ് താമസിക്കുന്നത്. നമുക്ക് രാപ്പാർക്കാം. അതെ. 1990 മുതൽ രാഷ്ട്രീയ അസ്ഥിരത, സ്ഥിരമായിട്ടൊരു ഭരണകൂടമൊന്നുമില്ല അവിടെ. പിന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഗോൾഡൻ പാസ്പോർട്ട് പദ്ധതി അവർ നടപ്പാക്കുന്നത്. അപ്പോൾ ഗോൾഡൻ പാസ്പോർട്ട് പദ്ധതിക്ക് പണം കൊടുക്കാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപിക്കാം, അവിടെ കച്ചവടത്തിലോ എന്തിലൊക്കെ നിക്ഷേപിക്കാം. അങ്ങനെ പാസ്പോർട്ട് മേടിച്ച് പിന്നെ പൗരനുമൊക്കെ ആകാം അവിടെ. ഈ പരിപാടി വൻവാട്ടുവിൽ മാത്രമല്ല, അവിടുത്തെ കരീബിയൻ ദ്വീപുകളിലും അങ്ങനെ. സെൻറ്റ് കിറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ. അതെ, ആൻറ്റിഗ്വ, സെൻറ്റ് കിറ്റ്സ്, ബർബുദ, പിന്നെ നെവിസ് തുടങ്ങിയ ദ്വീപുകളിൽ ഇങ്ങനെ കാശ് കൊടുത്തിട്ട് പൗരത്വം കിട്ടും. $2 ലക്ഷം കൊടുത്താൽ മതി. 1.7 crores, 1.7 കോടി രൂപ, 1.5 കോടി രൂപ കൊടുത്താലും ഈ വൻവാട്ടുവിൽ പൗരനാകാൻ പറ്റും. അപ്പോൾ വൻവാട്ടുവിന് കൊടുക്കേണ്ടത് ഈ പറയുന്ന പോലെ $1,55,000, 1.3 crores, 1.5 കോടി, 130 ലക്ഷം രൂപ. അതാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള പൗരത്വം കിട്ടുന്ന സ്ഥലമാണത് ലോകത്തിൽ, വൻവാട്ടു. പിന്നെ രേഖകൾ, അത് കുറച്ച് രേഖകൾ മാത്രം മതി. SLC ബുക്ക് തുടങ്ങിയ ഏതാനും രേഖകൾ മാത്രം മതി. ഡിജിറ്റലാണ് എല്ലാം. അതായത് അവിടെ പോകണ്ട, എല്ലാം അപ്ലോഡ് ചെയ്ത് പൈസ അടച്ചാൽ പൗരത്വം ഇവിടെ വരും. ഇവിടെ വരും. അങ്ങോട്ട് പോകേണ്ട കാര്യമേ ഇല്ല. 30 മുതൽ 60 ദിവസം വരെ എടുക്കും
അത്രേ എടുക്കൂ പൗരനാകാൻ വേണ്ടി. പൗരത്വം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് പോകണ്ടേ, പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റൂല. സിറ്റിസൺഷിപ്പ് ബൈ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പരിപാടിയുടെ പേര്. അല്ല, അങ്ങനെ പൗരത്വത്തിന് ഇവിടുന്ന് ഒരാൾ 1,30,00,000 രൂപ ഓൺലൈനായിട്ട് ചെയ്ത് അവിടുത്തെ പൗരത്വം കിട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഇന്ത്യൻ പൗരത്വം തീർന്നു. അത് തീർന്നു. കാരണം ഇന്ത്യയിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല. പക്ഷേ ഈ വന്വാതുവിൻ്റെ പാസ്പോർട്ട് കൊണ്ട് വിസ ഇല്ലാതെ 113 രാജ്യങ്ങളിലേക്ക് പോകാം. ഓ, അത് ശരി. അതാണ് ഒരു ഗുണം. വലിയ കാര്യം, വിസ ഇല്ലാതെ അത്രയും സ്ഥലത്ത് പോകാം. ഈ 199 രാജ്യങ്ങളിൽ ഈ പാസ്പോർട്ടിൻ്റെ ശക്തി, സ്ട്രോങ്ങസ്റ്റ് പാസ്പോർട്ട് അതിനുണ്ട് ഇൻഡെക്സ്. അതിൽ 199 രാജ്യങ്ങളുടെ ഇൻഡെക്സിൽ 51ാമത്തെ സ്ട്രോങ്ങസ്റ്റ് പാസ്പോർട്ടാണ് വന്വാത്തിൻ്റെ. അത് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറയും. അതിൽ സൗദി ഇതിൻ്റെ പുറകിലാണ്. ഇന്ത്യ കുറെ പുറകിലാണ്. സൗദി 57, ചൈന 59, ചൈനയും പുറകിലാണ്. ഇന്തോനേഷ്യ 64, ഇന്ത്യ 80, ഇത് 51. അപ്പോൾ 0 ഇൻകം ടാക്സ് ആണ് അവിടെ. ടാക്സുകളൊന്നും അങ്ങനെയില്ല. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇല്ല, ഇൻഹെറിറ്റൻസ് ടാക്സ് ഇല്ല, വെൽത്ത് ടാക്സ് ഇല്ല. ഉള്ളത് വാറ്റ്, പിന്നെ പ്രോപ്പർട്ടി ടാക്സ്, ട്രാൻസാക്ഷനില്ലേ, സ്വത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോഴുള്ള ടാക്സ്. ഒരു ലോവർ മിഡിൽ ക്ലാസ് രാജ്യമാണത്. അപ്പോൾ ഗോൾഡൻ പാസ്പോർട്ടും ഗോൾഡൻ വിസയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗോൾഡൻ വിസ സാധാരണ പഠിക്കാനൊക്കെ പോയി, അത് താൽക്കാലികമാണ്. ഇതങ്ങനെയല്ല. മറ്റേ വീട് വാങ്ങുകയും ഒക്കെ ചെയ്യാവുന്ന തരത്തിലുള്ള പരിപാടിയാണ് ഗോൾഡൻ പാസ്പോർട്ട്. അവിടെ ഒരു കമ്പനി ഉണ്ടായിരിക്കുക, രജിസ്റ്റർ ചെയ്ത കമ്പനി ഉണ്ടായിരിക്കുക. പിന്നെ അവിടുത്തെ ഭാഷ ബിസ്ലാമ എന്ന് പറഞ്ഞ ഭാഷയാണ്. പക്ഷേ ഫ്രഞ്ചും ഇംഗ്ലീഷും ഈ ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷും മതി തൽക്കാലത്തേക്ക്. പ്രൊട്ടസ്റ്റൻ്റ് രാജ്യമാണ്, ക്രിസ്ത്യൻ രാജ്യമാണ്. പ്രൊട്ടസ്റ്റൻറ്റുകളാണ് കൂടുതൽ. 12,281 ചതുരശ്ര കിലോമീറ്ററാണ് അതിൻ്റെ വിസ്തൃതി. അത്രയേ ഉള്ളൂ. ഈ ലളിത് മോദി ഈ പറഞ്ഞ പോലെ 2010 മുതൽ അവിടെയാണ്. ഈ 1985 ന്യൂയോർക്കിൽ പഠിക്കാൻ പോയപ്പോൾ തന്നെ, തട്ടിപ്പുകാരനാണ് അന്നു മുതലേ, വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഒരു കൊക്കൈൻ കേസിൽ പെട്ടിട്ട് അറസ്റ്റിലായി ജയിലിൽ കിടന്നിരുന്നു ന്യൂയോർക്കിൽ. അങ്ങനെ ജയിലിൽ കിടന്നിട്ട് പിന്നെ കുറ്റമേറ്റ് കഴിഞ്ഞാൽ ഇളവ് പരിപാടി ഉണ്ടല്ലോ അവിടെ, പദ്ധതി. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. പഠിപ്പ് അവസാനിപ്പിച്ചിട്ട് പിന്നെ അപ്പൻ്റെ കമ്പനികളുണ്ടല്ലോ, അതിൻ്റെ അകത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് തുടങ്ങുന്നത്. 9 വയസ്സ് മൂപ്പുള്ള സ്ത്രീയായിരുന്നു ആദ്യത്തെ ഭാര്യ. ഇപ്പോൾ സുഷ്മിത സെന്നുമായിട്ടാണ് ഡേറ്റിങ്ങിലാണെന്ന് അയാൾ 2022 പറഞ്ഞു. സുസ്മിത സെന്നുമായിട്ട് പഴയ ലോകസുന്ദരി. പുള്ളിക്കാരി ഇപ്പോഴും ഉണ്ടോ? അവരിപ്പോഴും ഉണ്ട്. പ്രായമായി, കുറെ പട്ടിയൊക്കെ വളർത്തിയൊക്കെ ജീവിക്കുന്നുണ്ട്. ഇയാൾക്ക് കേരളമായിട്ടൊരു ബന്ധമുണ്ട്. ലളിത് മോദിക്കോ? ഇയാൾ 2 തരത്തിലാണ്. ഇവിടെ പണ്ട് 6 എന്ന് പറഞ്ഞൊരു ലോട്ടറി നടത്തിയിരുന്നു. അറിയില്ല. അതാ ഓൺലൈൻ ലോട്ടറി ആയിരിക്കും. ലോട്ടറി പരിപാടികൾക്ക് ഉള്ളവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. 2, ഇയാൾ ശശി തരൂരിൻ്റെ വലിയ ശത്രുവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് IPL ഒരു ടീം കൊടുക്കാൻ ലളിത് മോദിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് മന്ത്രിയായിരുന്നില്ലേ. IPL ആദ്യത്തെ ചെയർമാനും ഫണ്ടറും ലളിത് മോദിയാണ്. പുള്ളിയാണ് ആ ചാമരം വീശുന്ന പരിപാടിയൊക്കെ കൊണ്ടുവന്നത്. പെൺകുട്ടികൾ കുറെ ഇങ്ങനെ വീശില്ലേ. അപ്പോൾ ചിയർ ഗേൾസ്. അപ്പോൾ ആ തരൂര് മന്ത്രിയായിരുന്ന സ്വാധീനവും സമ്മർദ്ദമൊക്കെ ചെലുത്തിയിട്ടാണെന്ന് സ്വെറ്റ് ഓഹരി, വിയർപ്പോഹരി ജീവൻ പോയി, അതുകൊണ്ട് നേടിക്കൊടുത്തതും ഒക്കെ. അങ്ങനെ ലളിത് മോദിയായിട്ട് വലിയ ഫൈറ്റ് ആ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ വന്വാട്ടുവിൽ പോയി കഴിഞ്ഞാൽ അവിടെ ജീവിക്കുമായിരിക്കും. വന്വാട്ടുമായിട്ട് ഇന്ത്യക്ക് കൈമാറ്റ കരാർ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇയാളുടെ വക്രബുദ്ധി, ക്രിമിനൽ ബുദ്ധി പ്രയോഗിച്ച് കാണുമല്ലോ. അവിടെ പോയാൽ പിന്നെ രക്ഷപ്പെട്ടു. എന്തുകൊണ്ട് അയാൾ അത് തിരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ ഉത്തരം അതായിരിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നു.
പക്ഷെ അവിടെ പോയാൽ ഒന്നും ചെയ്യാൻ ഒന്നും ചെയ്യാം, അവിടെ പോയി താമസിക്കാം. ആ. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അതുകൊണ്ട് സുഖമായിട്ട് അവിടെ ജീവിക്കാം. പിന്നെ പൈസ ഇല്ലാതെ ഇങ്ങനെ 100-150 രാജ്യങ്ങളിൽ അതിന് കൈ ചെക്കിളി വേണ്ടേ? അയാൾ അത് ശരിയാണ്. ഇത് ഇപ്പോൾ 1.5 കോടിയല്ലേ ഇതിന് മുടക്കുള്ളൂ. അതെ, എത്രയേ ഉള്ളൂ. ഇന്ത്യയുമായിട്ട് കുറ്റവാളികളെ കൈമാറുന്ന കരാറുണ്ടാവില്ല, അതില്ല. അതുകൊണ്ട് അവിടെ പോയി കഴിയാം. ആ. അപ്പോൾ ഇത് കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ 1,30,00,000 രൂപ മുടക്കി വന്നുവാട്ടുവിലേക്ക് പോയാൽ ABC മലയാളം ഉത്തരവാദിയല്ല. നമുക്ക് ഗ്യാരണ്ടി ഒന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. അവിടെ ഒരുപാട് ക്രിമിനലുകൾ നേരത്തെ പോയിട്ടുണ്ടാവും. അവരുടെ വെടികൊണ്ട് ചാകാനായിരിക്കും ചിലപ്പോൾ. അതാണ് അതുകൊണ്ട് നോക്കിയും കണ്ടും മതി. ആരും ഇത് അടുത്ത ദിവസം മുതൽ ഇതിനു വേണ്ടി തിരയണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.